ആലത്തൂർ പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയ നടപടി പ്രതിഷേധാർഹമെന്ന് INTUC. ബദൽ സംവിധാനവുമില്ല, പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുമെന്ന് INTUC നേതാക്കൾ. ആലത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപമായി നിലകൊള്ളുന്നതും ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണ വിധേയമായി പ്രവർത്തിച്ചു വന്നതുമായ പൊതു ശൗചാലയം ആലത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശാനുസരണം അടച്ചുപൂട്ടിയ നടപടി പൊതുജനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വേണം കാണേണ്ടതെന്ന് പൊതു ശൗചാലയത്തിന് മുന്നിൽ വെച്ച് പ്രതീകാത്മകമായി റീത്ത് വെച്ച് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് INTUC ജില്ലാ ജനറൽ സെക്രട്ടറി തൃപ്പാളൂർ ശശി ആരോപിച്ചു. കൂട്ടിക്കിടന്ന് പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ചെയ്യാതെ ഈ പ്രദേശ നിവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണതയ്ക്കെതിരെ കോൺഗ്രസും INTUCയും സംയുക്തമായി നടത്തുന്ന ഈ പെട്ടെന്നുണ്ടാക്കിയ ഒരു പ്രതിഷേധ പരിപാടിയാണ്. ഈ ബസ് സ്റ്റാൻഡിൽ ഏകദേശം 100ഓളം കടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ മാർക്കറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട്, ഏകദേശം പറഞ്ഞാൽ ഒരു ദിവസം 500-ൽ പരം നാട്ടുകാർ വന്നു പോകുന്ന ഈ പ്രദേശത്തെ ഒരു മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ്. ഇതിനെ രണ്ട് വാക്ക് സംസാരിക്കുവാൻ എൻ രാമേന്ദ്രൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. ആലത്തൂർ താലൂക്ക് കേന്ദ്രീകരിച്ച് വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന ബസ് യാത്രികർക്കും ടൗൺ കേന്ദ്രീകരിച്ച് ജോലി ചെയ്തു വരുന്ന വനിതാ ജീവനക്കാർ ഉൾപ്പെടെ പ്രതിദിനം ആയിരക്കണക്കിന് പൊതുജനങ്ങളുടെ ഏക ആശ്രയമായിരുന്നു പൊതു ശൗചാലയം. എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം ആലത്തൂർ പഞ്ചായത്തിനു മുൻപാകെ ശക്തമായ സമര പരിപാടികൾക്ക് INTUCയും UDFും നേതൃത്വം നൽകുമെന്ന് തൃപ്പാളൂർ ശശി ആവശ്യപ്പെട്ടു. തൻസീല റബീൻ, NA ഹാരിസ് രാമചന്ദ്രൻ, ജാഫർ പൊട്ടിമട, മാലതി അജിത്, റംസീന ഖാദ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അനേക വിദ്യാർത്ഥികൾ ഇവിടെ യാത്ര ചെയ്ത് പോകുന്നവരുണ്ട്. അവർക്ക് ഇത് ഉപയോഗപ്രദമാക്കണം. അതാണ് INTUCയും ആലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം, ഈ പ്രതിഷേധം. റീത്ത് വെച്ചുള്ള സമരമാണ്. റീത്ത് എന്താ റീത്ത്? മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടോട് ആരുടെ സൂചകമായിട്ടാണ് റീത്ത് വെച്ചിട്ടുള്ളത്, സാധാരണ വെക്കാറുള്ളത്. ഇവിടെ ഈ പഞ്ചായത്ത് ഭരണം മരിച്ചിരിക്കുന്നു. ഒരു മൃതശരീരമായി, ഒരു നോക്ക് കാഴ്ചയായി ഈ കംഫർട്ട് സ്റ്റേഷൻ ഇന്ന് നിലനിൽക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.